ഞങ്ങളുടെ ഈ മുദ്ര എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാനവിടെ MLA ആയതിനു ശേഷം ആരംഭിച്ച ഈ ഒരു വലിയ സംവിധാനം ഇന്ന് അതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അപ്രൂവലും കിട്ടി. കൃത്യമായി എല്ലാ വർഷവും അതിൻ്റെ ഓഡിറ്റിംഗ് നടക്കുന്നു. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്ന തുറന്ന പുസ്തകം പോലെ നിൽക്കുന്ന കാര്യമാണ്. ഒരു നയാ പൈസ പോലും ഓഡിറ്റഡ് അല്ലാതെ ബാങ്ക് ത്രൂ അല്ലാതെ ഞങ്ങൾക്ക് ഒരു സംഭാവനയും ലഭിക്കുന്നില്ല. ബാങ്ക് ത്രൂ അല്ലാതെ ഞങ്ങൾ ഒരു നയാ പൈസയും ചെലവഴിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു സംവിധാനത ഏകോപിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ NGO രംഗത്ത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള അനന്തകുമാറിനെ പോലുള്ള ആളുകൾ ഞങ്ങളെ മുദ്ര പോലെയുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൂടി ഈ സഹായം ലഭ്യമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ പെട്ടുപോയ വിക്ടിംസായ ഞങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവുക? ഇവർ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഒരു യോഗത്തിൽ പോലും ഞാൻ ഇന്നേ വരെ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ മിനിറ്റ്സ് ബുക്കുകൾ ഹാജരാക്കട്ടെ, എനിക്കറിയില്ല. ആ സംഘടനയിൽ ഞാൻ പങ്കാളിയല്ല. അതിൻ്റെ ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇപ്പം ബഹുമാന്യരായ മന്ത്രിമാരും MLA ഒക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ടല്ലോ. ഒരു പരിപാടിയിൽ പോലും ഞാൻ അതിൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. എന്നെ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ടില്ല. എനിക്ക് അതിലൊരു ഒരു മെമ്പർ പദവി പോലും ഞങ്ങളുടെ NGOക്ക് ഇല്ല. ഞങ്ങൾ എല്ലാ ആയിരക്കണക്കിന് NGOകൾ വഴി അവർക്കൊക്കെ സഹായം കിട്ടിയതുപോലെ ഞങ്ങൾക്കും സഹായം കിട്ടി. ഞങ്ങൾ ആദ്യം അപേക്ഷിച്ച സമയത്ത് 762 വനിതകൾക്ക് ഞങ്ങൾക്ക് തയ്യൽ മെഷീൻ ഇവർ വഴി ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 19 വനിതകൾക്ക് സ്കൂട്ടർ ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 234 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 182 കർഷകർക്ക് ജൈവവളം ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. 5 പേർക്ക് വാട്ടർ പ്യൂരിഫയർ ലഭിച്ചു, ഞങ്ങൾ വിതരണം ചെയ്തു. പിന്നെ അവിടെ 380 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പകുതി പൈസക്കായിരുന്നു ഇവർ സ്കൂൾ കിറ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെ ഞങ്ങളുടെ NGO പകുതി പൈസ അടച്ചിട്ട് ആ പകുതി പൈസ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിതരണം ചെയ്തു. ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ രണ്ടാമത് ഇതെല്ലാം വീണ്ടും ഒരു സ്വാഭാവികമായിട്ടും ആളുകൾ ഇത് കേട്ടറിഞ്ഞ് പിന്നെയും ഇതിനപേക്ഷിച്ചു. ഈ അപേക്ഷകൾ എല്ലാം കംപ്ലീറ്റ് എല്ലാം നമുക്ക് സുതാര്യമായി പരിശോധിക്കാമല്ലോ. എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് അവർ പൈസ അടച്ചത്. അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയി എന്നതല്ലാതെ ഞങ്ങളതിലെവിടെയാണ് കക്ഷിയാവുന്നത്? ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ ആക്ഷേപിക്കാൻ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തുദ്ദേശത്തിലായാലും ഓരോരുത്തരുടെയും നിലവാരം ആളുകൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള ഒളിച്ചു വെക്കാനുമില്ല. എല്ലാം സുതാര്യമായി നമുക്ക് കാണാം, പറയാം. ഇതിനകത്ത് ഒരു പ്രശ്നം നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സംഘടനയുടെ ഇതല്ല നമ്മൾ ചോദിക്കുന്നത്. ഈ പരാതികളെല്ലാം പുറത്ത് വന്ന ശേഷമല്ലേ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഞങ്ങളും പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്? ഇതിന് മുൻപ് ഒരു ഘട്ടത്തിലും ഈ പറ്റിക്കപ്പെട്ടതായി ഫീൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഘട്ടത്തിലൊക്കെ ഇവർ മാന്യന്മാരായിട്ട് ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത്, ഇപ്പം ഞങ്ങളോടൊക്കെ ഇവർ പറയുന്നത് CSR ഫണ്ട് ഇനിയും വരാനുണ്ട്, ടാറ്റയുടെ ഫണ്ട് വരാനുണ്ട്, ബിർളയുടെ ഫണ്ട് വരാനുണ്ട്. ഈ ഫണ്ട് വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ഇത് ഒരുമിച്ച് എല്ലാ അപേക്ഷകളും കൂടിയതുകൊണ്ട് ഞങ്ങൾക്കിത് തരാൻ പറ്റില്ല. അപ്പം സാധാരണക്കാരോട് പറയുന്ന പോലെയല്ലല്ലോ. അല്ല, അതല്ല ഞങ്ങളോട് അല്ല, ശരിക്കും അതാണ് സംഭവം. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഇപ്പം നമ്മളെ പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം, ഇപ്പം പല പഞ്ചായത്തുകളിലും ഒരു പദ്ധതി പോലും നടപ്പാക്കാനുള്ള ഫണ്ടില്ല. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാ പാർട്ടിയിലും ഇപ്പോൾ CPMൻ്റെ എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവരൊന്നുതിൽ ഞാൻ ഒരിക്കലും അവിശ്വസിക്കുന്നില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഇപ്പം ഞങ്ങൾ കൊടുത്തത് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ബയോടെക്നോളജിക്ക് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ, അവർക്കാണ് മുൻഗണന കൊടുത്തത്. അതുപോലെ തന്നെയാണ് എല്ലാ പാർട്ടിയിലെയും ജനപ്രതിനിധികളൊക്കെ ഇതിൻ്റെ പിന്നിൽ നിന്ന്